നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റിനോട് അപമര്യാദയായി പെരുമാറിയ എസ്ഐക്ക് 2 മാസം തടവ്. 2023 ഡിസംബർ 8 ആന്ധ്ര രജിസ്ട്രേഷനുള്ള ഒരു കാറ് ആലത്തൂരിൽ വെച്ച് ഒരു സ്കൂട്ടറിൽ ഇടിക്കുകയും സ്കൂട്ടർ യാത്രക്കാരൻ മരിക്കുകയും ചെയ്ത കേസിൽ കാർ ജാമ്യത്തിലെടുക്കുന്നതിലേക്ക് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ അഡ്വക്കേറ്റ് അക്കും സുഹൈലിനോട് അപമര്യാദയായി പെരുമാറിയ എസ്ഐ റിനീഷിന് 2 മാസം തടവ് ശിക്ഷ വിധിച്ചു. കോടതിയിൽ നിന്നും ജാമ്യം നേടി കാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൊണ്ടുപോകുന്നതിന് കാർ ഉടമസ്ഥനോടൊപ്പം എത്തിയതായിരുന്നു അഡ്വക്കേറ്റ് അക്കും സുഹൈൽ. എന്നാൽ കസ്റ്റഡിയിലുള്ളത് യഥാർത്ഥ ഡ്രൈവർ അല്ല എന്നും യഥാർത്ഥ ഡ്രൈവറെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാതെ കാർ നൽകില്ല എന്നും എസ്ഐ വാശി പിടിച്ചതോടെയാണ് പോലീസ് സ്റ്റേഷനിൽ വിവാദ സംഭവം ഉടലെടുത്തത്. കോടതി അനുവദിച്ച ജാമ്യം നിരസിക്കുക മാത്രമല്ല, അഡ്വക്കേറ്റിനോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്ത ശേഷം കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നാരോപിച്ചുകൊണ്ട് അഡ്വക്കേറ്റിനെതിരെ പോലീസ് കേസ് എടുക്കുക കൂടി ചെയ്തു. ഇതിനെതിരെ അഭിഭാഷക കൗൺസിൽ ജില്ലാ മജിസ്ട്രേറ്റിനെ സമീപിക്കുകയും ആലത്തൂർ മജിസ്ട്രേറ്റിനെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തതോടെയാണ് സംഭവത്തിന്റെ ഗതി മാറിയത്. കോടതിയിൽ നിന്ന് BJPക്ക് കേൾക്കേണ്ടി വന്നത് രൂക്ഷ വിമർശനങ്ങളായിരുന്നു. ഇത്തരം ആരോപണം നിലനിൽക്കുമ്പോൾ തന്നെ എസ്ഐ ആയിരുന്ന റിനീഷിന് CA ആയി പോലീസ് വകുപ്പ് സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തു. ഈ നടപടിയെയും അഭിഭാഷക കൗൺസിൽ കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. അന്വേഷണത്തിൽ എസ്ഐ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും കോടതി 2 മാസം തടവിന് വിധിക്കുകയുമായിരുന്നു. ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ ഇത്തരം സംഭവങ്ങളെ എന്തുകൊണ്ട് ഗൗരവത്തോടെ എടുക്കുന്നില്ല എന്ന് DGPയോട് കോടതി ചോദിച്ചിരുന്നു. പോലീസുകാരുടെ സ്വഭാവം നന്നാക്കാൻ 1965 മുതൽ ഇതേവരെ എത്ര സർക്കുലറുകൾ നിങ്ങൾ ഇറക്കിയെന്നും കോടതി ചോദിച്ചു. ഈ സർക്കുലറിൽ നിന്നും നിങ്ങളുടെ ഉദ്യോഗസ്ഥർ എന്താണ് പഠിച്ചതെന്നും കോടതി DGPയോട് ചോദിച്ചു. എസ്ഐ നേരിട്ട് കോടതിയിലെത്തി മാപ്പപേക്ഷ നൽകിയിട്ടും കോടതി അത് ചെവിക്കൊണ്ടില്ല. അത് രേഖപ്പെടുത്തുന്നില്ല എന്നാണ് കോടതി അന്ന് പറഞ്ഞത്. കോടതിയിലെത്തിയ എസ്ഐ വൻ പോലീസ് സംരക്ഷണത്തോടുകൂടെയാണ് പുറത്തേക്ക് പോയത്. കോടതി വളപ്പിൽ എസ്ഐയെ ഉപദ്രവിക്കാനുള്ള സാധ്യത മുൻപിൽ കണ്ടാണ് ഇത്തരം രംഗങ്ങൾ കോടതി വളപ്പിൽ അന്ന് അരങ്ങേറിയത്. ഒരു അഡ്വക്കേറ്റിനോട് പോലും ഇങ്ങനെ പെരുമാറിയപ്പോൾ സാധാരണക്കാരനോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിനുള്ള ഉദാഹരണമായിരിക്കുകയാണ് ഈ കേസ്. ജസ്റ്റിസ് രാമചന്ദ്രന്റെ മുൻപിലാണ് ഈ കേസ് എത്തിയത്. ഡയലോഗ്